പിടിതരാതെ പൊതുവിപണിയിൽ പച്ചക്കറി വില കുതിക്കുന്നത് സാധാരണക്കാരുടെ കുടുംബ ബജറ്റിന്റെ താളം തെറ്റിക്കുന്നു. നോയമ്പുകാലം കൂടിയായതിനാൽ പച്ചക്കറികളുടെ ഉപയോഗം പൊതുവെ കൂടുതലുള്ള കാലത്തെ വിലവർധനവ് സാധാരണക്കാർക്ക് ഇരട്ടി പ്രഹരമാകുന്നുണ്ട്. ഇനി എത്ര നാൾ ഇങ്ങനെ പച്ചക്കറി വില പിടിതരാതെ കുതിക്കുമെന്ന ആശങ്കയിലാണ് സാധാരണക്കാർ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ കൊണ്ടാണ് പച്ചക്കറികളുടെ വില പിടിതരാതെ കുതിച്ചുയർന്നത്. ഒട്ടുമിക്ക ഇനങ്ങൾക്കും വിലയിൽ വലിയ വർധനവുണ്ടായി. മുരിങ്ങയ്ക്കായുടെ വില വിപണിയിൽ റെക്കോർഡിട്ടു. ഏത്തയ്ക്ക വിലയും തേങ്ങാ വിലയും ക്രമാതീതമായി വർദ്ധിച്ചു. ഒരാഴ്ച കൊണ്ട് മാത്രം 10 മുതൽ 20 രൂപ വരെ ഓരോ പച്ചക്കറി ഇനങ്ങൾക്കും വർദ്ധിച്ചു. ക്യാരറ്റ്, ബീൻസ്, ബീറ്റ്റൂട്ട്, വെണ്ടക്കായ തുടങ്ങി വില വർദ്ധിക്കാത്ത പച്ചക്കറികൾ തിരഞ്ഞു കണ്ടെത്തേണ്ടി വരും. മത്തങ്ങയ്ക്കും വെള്ളരിക്കും കാര്യമായ വില വർദ്ധിച്ചിട്ടില്ല. തമിഴ്നാട്ടിലെ മഴയും കൃഷിനാശവുമാണ് വില വർധനവിന് കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു. പച്ചക്കറിക്ക് ഇപ്പോൾ ഭയങ്കര വിലയാണ്. എന്ത് സാധനം മേടിച്ചാലും ഭയങ്കര എവിടെ ഏത് കട ചെന്നാലും ഭയങ്കര വിലയാണ്. പച്ചക്കറിക്കാണെങ്കിലും അരിസാധനത്തിനാണെങ്കിലും എന്ത് സാധനം ചെന്നാലും ഭയങ്കര വിലയാട്ടോ. അപ്പോൾ സാധാരണക്കാർക്കൊന്നും ജീവിക്കാൻ പറ്റാത്ത രൂപത്തിലാണ് ഇപ്പോൾ നമ്മൾ സംസ്ഥാനം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് നല്ലൊരു മാർഗം ഉണ്ടായി തരുമെന്ന് വിരുദ്ധമായി അഭ്യർത്ഥിക്കുന്നു. അതേസമയം നോയമ്പുകാലം കൂടിയായതിനാൽ പച്ചക്കറികളുടെ ഉപയോഗം പൊതുവെ കൂടുതലുള്ള കാലത്തെ വില വർധനവ് സാധാരണക്കാർക്ക് ഇരട്ടി പ്രഹരമാകുന്നുണ്ട്. അടുക്കള സമൃദ്ധമാക്കാൻ അധിക തുക കണ്ടെത്തേണ്ടി വരുന്ന സ്ഥിതിയുണ്ട്. ഇത് സാധാരണക്കാരുടെ കീശ കാലിയാക്കുന്നു. കോഴിയിറച്ചിക്കും മത്തിയടക്കമുള്ള മത്സ്യങ്ങൾക്കും വില കുറഞ്ഞതോടെ പച്ചക്കറി വിട്ട മത്സ്യമാംസാദികളിലേക്ക് തിരിഞ്ഞവരുമുണ്ട്. ഇനി എത്ര നാൾ ഇങ്ങനെ പച്ചക്കറി വില പിടിതരാതെ കുതിക്കുമെന്ന ആശങ്കയിലാണ് സാധാരണക്കാർ.